നമസ്കാരം. റെസ്പോൺസ് കേരള ന്യൂസിലേക്ക് സ്വാഗതം. എന്തൊക്കെ ഡയലോഗുകളായിരുന്നു SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദ് അടിച്ചുകൊണ്ടിരുന്നത്. അതായത് ഗവർണർ സർക്കാർ പോരുമായി ബന്ധപ്പെട്ട് KTU സർവകലാശാലയിലെ VC ആയിട്ട് ഡോക്ടർ സിസ തോമസിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രക്ഷോഭങ്ങൾക്കാണ് SFI സംസ്ഥാന തലത്തിൽ തന്നെ നേതൃത്വം കൊടുത്തത്. ഇവിടെ RSS വൽക്കരണം നടക്കുന്നു, RSS വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു കയറുന്നു, സംഘി സർക്കാർ ഇടപെടുന്നു, സംഘി സർക്കാരിന്റെ വാലായിട്ടുള്ള ഗവർണറുടെ കാര്യങ്ങൾ ഒരിക്കലും ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭരത്ചന്ദ്രൻ IPS കിങ്ങിലെ മമ്മൂട്ടിയെയും പ്രജയിലെ മോഹൻലാലിനെയും വെല്ലുന്ന ഡയലോഗുകൾ അടിച്ചിരുന്നു ശിവപ്രസാദ്. ഇവിടെ മാധ്യമങ്ങളൊക്കെ കൊണ്ടുപോയി മൈക്ക് ഇങ്ങനെ ശിവപ്രസാദിന്റെ അണ്ണാക്കിലേക്ക് തിരികെ കൊടുക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ശിവപ്രസാദ് വലിയ ഡയലോഗ് അടിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് വലിയ തരത്തിൽ ഇതിനെ പ്രതിഷേധിച്ചു. SFI എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ ഉണ്ടെങ്കിൽ ഈ തരത്തിലൊരു കാര്യം ഇവിടെ നടക്കില്ല, ഗവർണറുടെ ഓരോ ഒത്തുതീർപ്പിനും ഞങ്ങൾ വഴങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സമര കോലാഹലങ്ങൾക്കാണ് ഈ കേരളം നമ്മുടെ കുറച്ച് മുമ്പ് സാക്ഷ്യം വഹിച്ചത്. അന്ന് SFIക്കൊക്കെ വലിയ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടൊക്കെ ഒരുപാട് ആളുകളൊക്കെ രംഗത്ത് വന്നു. പക്ഷെ ഇന്ന് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഒരു വലിയ സംഭവം ഉണ്ടായി. അതായത് പിണറായി വിജയൻ ഗവർണർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ട് അങ്ങ് അംഗീകരിച്ചു. ഗവർണറുടെ കാല് പിടിച്ചു പിണറായി വിജയൻ. അതായത് ഗവർണർ പറഞ്ഞു KTU സർവകലാശാല VC ആയിട്ട് ഡോക്ടർ സിസ തോമസ് തന്നെ വരണം എന്ന ഗവർണറുടെ ശാഠ്യത്തിന് മുന്നിൽ പിണറായി വിജയൻ തന്റെ നിലപാടുകൾ മാറ്റിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് പിണറായി വിജയൻ അങ്ങനെ നിലപാട് മാറ്റിയത്? പക്ഷേ KTU VC ആയിട്ട് സിസ തോമസിനെ തിരികെ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, അതായത് കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ ആയിട്ടുള്ള അനിൽകുമാർ, അതായത് CPMന്റെ സ്വന്തം രജിസ്ട്രാറാണ് ഈ പറയുന്ന അനിൽകുമാർ എന്ന് പറയുന്നത്. അനിൽകുമാറിനും അതുപോലെ തന്നെ മിനി കാപ്പൻ എന്ന് പറയുന്ന അവിടുത്തെ വൈസ് ചാൻസലർ നിയമിച്ചിട്ടുള്ള മറ്റൊരു രജിസ്ട്രാർ ഉണ്ടായിരുന്നു. ആ രജിസ്ട്രാർ രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം അത് നമ്മൾ കണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് മിനി കാപ്പനെ തടയും എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ വലിയ സമര കോലാഹലങ്ങളൊക്കെ നടന്ന സ്ഥലമാണ് ഈ പറയുന്ന കേരള സർവകലാശാലയും അതിന്റെ മറ്റു കാര്യങ്ങളുമൊക്കെ. അപ്പൊ അങ്ങനെ കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ ആയിട്ടുള്ള ഈ അനിൽകുമാർ അന്ന് സർക്കാരിന്റെ ഭാഗം ചേരുകയും ചാൻസലറായിട്ടുള്ള ഗവർണറോ വൈസ് ചാൻസലറെയോ ഒരു തരത്തിലുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊന്നും അനുസരിക്കാതെ ഒരു വല്ലാത്ത തരത്തിൽ ഈ കാര്യങ്ങളെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് പ്രവർത്തിയെടുത്തു, സിൻഡിക്കേറ്റിന് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അന്ന് വലിയ രീതിയിൽ രൂക്ഷമായ വിമർശനത്തിന് കാരണമായത്. പക്ഷേ ഗവർണർ എന്ത് പറയുന്നു ആ രീതിയിലേക്ക് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ചാൻസലറാണ് ഗവർണർക്കാണ് അതിന്റെ പരമാധികാരം, മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കോ ഒന്നും അല്ല. അപ്പൊ അങ്ങനെയുള്ള ഗവർണറെ പോലും അട്ടിമറിച്ചുകൊണ്ട് അനിൽകുമാർ ഒരു നീക്കം നീങ്ങി. ആ അനിൽകുമാറിനെ ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു? പൂർണ്ണമായിട്ടും സർവകലാശാല രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരിക്കുന്നു. എങ്ങനെ സഹിക്കും ഇത് SFIക്കാർ? എങ്ങനെ സഹിക്കും ഇത് CPIക്കാർ? എങ്ങനെ സഹിക്കും ASFകാർ? ഈ ആളുകളൊക്കെ എങ്ങനെയാണ് സഹിക്കുക? കാരണം ഗവർണർ പറഞ്ഞ കാര്യത്തെ കംപ്ലീറ്റ് ആയിട്ട് അംഗീകരിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും അംഗീകരിച്ചിരിക്കുന്നു. ഒരു ചൊല്ലുള്ളത്, മുഖ്യമന്ത്രി ഈ PM ശ്രീ ഒപ്പിട്ടതുപോലെ മന്ത്രിസഭയിലെ മറ്റുള്ള ആളുകളൊന്നും അറിയാതെ, ഘടകകക്ഷികളൊന്നും അറിയാതെ മുഖ്യമന്ത്രി ഒറ്റക്കെടുത്ത തീരുമാനമായിരുന്നു ഇങ്ങനെ ഒരു നിലപാട് എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ. എന്തായാലും KTU VCയുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകൾ, തർക്കങ്ങൾ, അതുപോലെ തന്നെ സാങ്കേതിക സർവകലാശാല VCയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇത് സുപ്രീം കോടതിയിലേക്ക് എത്തുകയും സുപ്രീം കോടതി ഒരു കൃത്യമായ തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരോടും ആവശ്യപ്പെടുകയും മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരമുള്ള ലിസ്റ്റ് ഗവർണർ പരിഗണിക്കണം, ഗവർണറുടെയും മുഖ്യമന്ത്രിയും 2 പേരുകൾ വീതം നിർദ്ദേശിക്കണം, അതിൽ നിന്ന് ഗവർണർ ഒരാളെ തിരഞ്ഞെടുക്കണം എന്നുള്ളതായിരുന്നു ഗവർണർ എന്ത് ചെയ്തിട്ടുള്ളത് കൃത്യമായി സുപ്രീം കോടതി കൃത്യമായി പറഞ്ഞത്. അങ്ങനെ സുപ്രീം കോടതിയുടെ ആ ഒരു വിധി, താൽക്കാലികമായിട്ടുള്ള വിധി പുറത്തു വന്നു. പക്ഷെ ആ വിധിക്കെതിരായിക്കൊണ്ട് തന്നെ ഗവർണർ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കുന്ന രീതി ഉണ്ടായി. അതായത് ചാൻസലർ എന്ന് പറയുന്നത് താനാണ്, അത് മുഖ്യമന്ത്രിക്ക് അതിൽ ഇടപെടാൻ റോളില്ല എന്ന് തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പറയുന്ന സുപ്രീം കോടതിയിലേക്ക് ചാൻസലറുടെ വീണ്ടും ഒരു ഹർജി കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായത്. അതിൽ സുപ്രീം കോടതി ചില വാക്കുകൾ കടുപ്പിച്ച് പറയുന്ന അവസ്ഥയുണ്ടായി. ഈ തർക്കങ്ങൾക്കിടയിൽ സുപ്രീം കോടതി ഇടപെടും, സുപ്രീം കോടതി തീരുമാനിക്കും ആരാവണം VC എന്നുള്ളത് എന്ന് കൃത്യമായി സുപ്രീം കോടതി സർക്കാരിനോടും ഗവർണറോടും പറയേണ്ട ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പൊ സുപ്രീം കോടതിയിലേക്ക് പോയാൽ തങ്ങൾക്ക് നീതി കിട്ടും എന്നൊക്കെയായിരുന്നു സർക്കാരിന്റെ ഇതുവരെയുള്ള വിലയിരുത്തലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ പെട്ടെന്നാണ്, അതായത് സുപ്രീം കോടതി ഒരു കാര്യത്തിൽ വിധി പറയാനിരിക്കുന്നതിന്റെ തൊട്ട് മുൻപേ സർക്കാർ അതാ പോയിട്ട് ഗവർണർ പറയുന്ന കാര്യങ്ങളെല്ലാം അംഗീകരിക്കുന്നു. ഗവർണർ പറയുന്ന സിസ തോമസിനെ VC ആയി നിയമിക്കുന്നു. ഗവർണറോട് മുട്ടി CPMന് വേണ്ടി വിടുപണി ചെയ്ത അനിൽകുമാറിനെ ആ സ്ഥാനത്ത് നിന്നേ തെറിപ്പിക്കുന്നു. നേരെ തിരിച്ച് സർക്കാരിന്റെ ഒരു ആവശ്യം മാത്രമാണ് ഗവർണർ അംഗീകരിച്ചത്. അതായത് ഡിജിറ്റൽ സർവകലാശാല VCയുടെ സ്ഥാനത്ത് ഗോപിനാഥിനെ നിയമിച്ചു എന്നുള്ളത് മാത്രമാണ് ഗവർണർ ഈ കാര്യത്തിൽ ചെയ്തത്. അത് മാത്രമാണ് CPMന് ഒരു കാര്യമുള്ളത്. അതും ഈ പറയുന്നത് പോലെ CPMന് സർവകാര്യ സ്വീകാര്യമൊന്നുമല്ല ഈ പറയുന്ന ഗോപിനാഥ് എന്ന് പറയുന്നത്. ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന നിലയിൽ ഗവർണർ ആ കാര്യം അംഗീകരിക്കാൻ ഉണ്ടായത്.
ഈ ഗോപിനാഥ് ഉൾപ്പെടെയുള്ള ആളുകൾ ചാൻസലറുടെ തീരുമാനത്തിനെതിരായ പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് കൃത്യമായി ഗവർണർ തുറന്നു പറയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇവിടെ വലിയ വായിൽ ഈ പറഞ്ഞ ഡയലോഗുകളൊക്കെ അടിച്ച ശിവപ്രസാദിനെ ആരും കാണുന്നില്ല. ശിവപ്രസാദിനെ കുറേ ദിവസങ്ങളായിട്ട് ഒരു തരത്തിലുള്ള ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളിലോ ഒന്നും ശിവപ്രസാദിന്റെ ഒരു പ്രതികരണം വരുന്നില്ല. ശിവപ്രസാദിനെ ഈ പ്രതികരിക്കാൻ വേണ്ടി ശിവപ്രസാദിന്റെ അണ്ണാക്കിലേക്ക് മയക്കും നീട്ടിപ്പോയിട്ടുള്ള കുറേ അധികം മാധ്യമ പ്രവർത്തകർ, ഇടത് സിൻഡിക്കേറ്റ് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകരുണ്ട്, ഇടത് സൈദ്ധാന്തിക മാധ്യമ പ്രവർത്തകർ. അങ്ങനെയുള്ള മാധ്യമ പ്രവർത്തകരൊന്നും ഒരു ഫോണും ചെയ്തിട്ടെങ്കിലും ശിവപ്രസാദിനോട് ചോദിച്ചുകൂടായിരുന്നോ, എന്താണ് സഖാവേ നിങ്ങളുടെ നിലപാട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഗവർണർക്ക് കീഴടങ്ങിയത്, നിങ്ങൾ എന്തുകൊണ്ടാണ് RSSന്റെ ഈ കാര്യത്തിന് കീഴടങ്ങിയത് എന്നൊക്കെ ചോദിച്ചുകൂടായിരുന്നോ? പക്ഷേ അതൊന്നും ചോദിക്കാൻ ഒരു മാധ്യമവും ഇല്ല. മാത്രമല്ല ചിലപ്പോൾ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടായിരിക്കും. ഈ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചാൽ പിന്നെ കിട്ടില്ലല്ലോ, അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. പക്ഷെ എന്തായാലും ശിവപ്രസാദ് ഒരു അക്ഷരം മിണ്ടുന്നില്ല. ശിവപ്രസാദിന്റെ ഡയലോഗുകൾ, SFIയുടെ തള്ളലുകൾ, ഇതെല്ലാം തന്നെ പിണറായി ഒറ്റയടിക്ക് വെട്ടിയിരിക്കുന്നു. എന്തായാലും വല്ലാത്ത ചതിയാണ് പിണറായി സഖാവ് ഈ പറയുന്ന SFIക്കാരോട് ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കളിക്കുമ്പോ ആളറിഞ്ഞ് കളിക്കടാ, അങ്ങനെ ഒരു കാര്യം പറയില്ലേ, കളിക്കുമ്പോ ആളറിഞ്ഞ് കളിക്കടാ. ഇത് വേറെയാണ് ആള്, ഇത് രാജേന്ദ്ര അർലേക്കറാണ്, ഇത് ഗവർണറാണ്, ഒരുപാട് കാര്യങ്ങൾ കണ്ട് വന്ന ആളാണ്. RSS ഒരാളെ ഇവിടെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ ആ നിയമനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ പുറത്ത് മാത്രം അങ്ങ് ചില കാര്യങ്ങൾ ചെയ്ത് മാറ്റിമറിച്ച് കളയാമെന്നുള്ള നിലപാടാണ് ഇടതുപക്ഷത്തിന്റെ സർക്കാരിനുള്ളതെങ്കിൽ ആ നിലപാടിനെ മാറ്റിമറിക്കാൻ തങ്ങൾക്ക് ഇവിടെ കാര്യമുണ്ട്. ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റിനോട് ഏറ്റുമുട്ടുമ്പോൾ നിങ്ങളുടെ മാത്രം ആളുകളെ അതിൽ തിരികെ കയറ്റി ഇവിടെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കി നിങ്ങളുടെ അജണ്ടകൾ മാത്രം ഈ പറയുന്ന സർവകലാശാലകളിൽ നടപ്പാക്കുക എന്ന് പറയുന്നത് ഇവിടെ നടക്കില്ല എന്ന കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ഗവർണർ ഇതിലൂടെ നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി എന്താണ് ഇത്ര പെട്ടെന്ന് ഗവർണർക്ക് മേൽ അടിമപ്പെട്ടത്, അല്ലെങ്കിൽ ഗവർണറുടെ കാല് പിടിച്ചത്? നിങ്ങൾ പറയുന്ന പോലൊക്കെ ഞങ്ങൾ ചെയ്തോളാവേ, സിസ തോമസിനെ KTU-VC നിയമിച്ചോളാം, ഈ പറയുന്നത് പോലെ ഞങ്ങൾക്ക് വേണ്ടി ചാരപ്പണി ചെയ്തിട്ടുള്ള അനിൽകുമാർ എന്ന് പറയുന്ന മനുഷ്യനെ, അനിൽകുമാർ എന്ന് പറയുന്ന രജിസ്ട്രാറെ ഞങ്ങൾ ആ സ്ഥാനത്ത് നിന്നേ മാറ്റി അദ്ദേഹത്തെ തിരിച്ച് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സ്ഥാനത്തേക്ക്, അതായത് ഒരു കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്നു ഈ അനിൽകുമാർ എന്ന് പറയുന്നത്, ആ സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു വിട്ടോളാം, ആ കേരള സർവകലാശാലയിൽ നിന്ന് പുറത്താക്കിക്കൊള്ളാം എന്നൊക്കെയുള്ള നിലപാടുകൾ എടുക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. അവിടെയാണ് നമ്മൾ RSSനെ കാണേണ്ടത്, അവിടെയാണ് നമ്മൾ BJP കാണേണ്ടത്, അവിടെയാണ് നമ്മൾ ഗവർണറെ കാണേണ്ടത്. ഏറ്റുമുട്ടലുകൾക്കൊടുവിൽ ആര് വിജയിച്ചിരിക്കുന്നു? ഗവർണർ വിജയിച്ചിരിക്കുന്നു. ഗവർണറുടെ തീരുമാനം നടപ്പിലായിരിക്കുന്നു. ഗവർണർ പറയുന്നിടത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നു. പിന്നെ ഗവർണറുടെ ഒരു ആനുകൂല്യം എന്നുള്ള നിലയിൽ എന്താണ്, ഒരു കാര്യം ചെയ്തതല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇരിക്കട്ടെ എന്നുള്ള നിലയിലാണ് ഗോപിനാഥിനെ ഈ പറയുന്ന പോലെ സാങ്കേതിക സർവകലാശാലയുടെ ഡിജിറ്റൽ സർവകലാശാലയുടെ മേധാവിയായിട്ട് അല്ലെങ്കിൽ വൈസ് ചാൻസലറായിട്ട് നിയമിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാനത്ത് നിന്ന് പിന്നെ വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് ഡോക്ടർ സിസ തോമസിനെ തന്നെ നിയമിക്കുമ്പോൾ സർക്കാരിന് വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ്. സിസ തോമസിന്റെ പെൻഷൻ വരെ തടയാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അതിനെതിരെ വലിയ രീതിയിൽ സുപ്രീം കോടതി വരെ സിസ തോമസ് പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആനുകൂല്യങ്ങൾ തടയാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും സർക്കാർ ഇടപെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള പോരാട്ടത്തിനിറങ്ങി. ആ പോരാട്ടങ്ങളെല്ലാം എട്ടായി മടക്കി പോക്കറ്റിൽ വെച്ച് ആ സിസ തോമസിനെ തന്നെ ഗവർണർ പറഞ്ഞ ആളെ തന്നെ അവിടെ നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. ഇതിൽ എന്താണ്, എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നൊക്കെ ഉള്ളത് വരും നാളുകളിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യമാണ്. എങ്കിലും കൃത്യമായി പറയുകയാണെങ്കിൽ ഗവർണർ സർക്കാർ പോരിൽ ഗവർണർ വിജയിച്ചിരിക്കുന്നു എന്ന് യാതൊരുവിധ സംശയവുമില്ലാതെ നമുക്ക് പറയാം.